കുട്ടി ഹാങ്ങർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇൻട്രസ്റ്റിൽ ഇത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ ഇതെടുത്ത് സേവ് ചെയ്തു. ഇതുകൊണ്ട് വലിയ യൂസ് ഒന്നും അല്ലെങ്കിലും കാണാൻ ക്യൂട്ട് ആയതുകൊണ്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് പേപ്പർ ക്ലിപ്പാണ്. ഈ പേപ്പർ ക്ലിപ്പ് ഒക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നെങ്കിലും കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നോക്കിയാ ഒരു പെട്ടി ഉണ്ട് എന്റെ അടുത്ത്. അതൊക്കെ പോട്ടെ, എന്തായാലും ഒരു പേപ്പർ ക്ലിപ്പ് എടുക്കാം. എന്നിട്ട് അതിന്റെ ഒരു സൈഡ് ഇതേപോലെ വളച്ചെടുത്ത് കൈകൊണ്ട് വളയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പ്ലെയറോ ടീസറോ എന്തെങ്കിലും യൂസ് ചെയ്യാട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ജ്വല്ലറിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലെയർ ആണ് കേട്ടോ. ശരിക്കും ഇതൊന്നല്ല യൂസ് ചെയ്യേണ്ടത്, ഇതൊരു കട്ടിംഗ് പ്ലെയർ ആണ്. ഞാനിത് വെച്ച് നൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വളച്ച് തിരിക്കുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്ലെയർ കാണുന്നില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നോക്കുന്ന സമയത്ത് കാണുകയും അല്ലാത്ത സമയത്ത് അതുണ്ടാവും ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ ഞാൻ എങ്ങനെയൊക്കെയാണ് വളയ്ക്കുന്നത്. ആ രീതിയിൽ തന്നെ വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വളരെ ചെറിയ സ്റ്റെപ്സ് കൊണ്ട് തന്നെ ഈ ഒരു ഹാങ്ങർ ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം കാണിച്ച ഹാങ്ങർ പോലെയല്ലോ കേട്ടോ, ഇത് ഞാൻ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു പഴയ ഹാങ്ങർ അതിന്റെ ഷേപ്പിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കിയതിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത് ഉണ്ടാക്കിയാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? പിങ്ക് ആണോ ഗ്രീൻ ആണോ? കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ബൈ.